മൂവാറ്റുപുഴക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും ജനറേറ്റർ കേബിൾ മോഷ്ടിച്ച പ്രതിയെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ക്ഷേത്രം ഭാരവാഹികളുടെ അഭിനന്ദനം. സങ്കീർത്തന അന്നദാന മണ്ഡപത്തിൽ നടന്ന അഭിനന്ദന യോഗത്തിൽ ഭക്തജനങ്ങളും പ്രദേശവാസികളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മൂവാറ്റുപുഴക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും ജനറേറ്റർ കേബിൾ മോഷ്ടിച്ച് പ്രതിയെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ക്ഷേത്ര ഭാരവാഹികൾ ആദരവ് നൽകി. മൂവാറ്റുപുഴക്കാവ് സങ്കീർത്തന അന്നദാന മണ്ഡപത്തിൽ ചേർന്ന യോഗത്തിൽ ഭക്തജനങ്ങളുടെയും പ്രദേശവാസികളുടെയും സാന്നിധ്യത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ചത്. ഈ സംഭവം നടന്ന് നമ്മൾ പരാതിപ്പെട്ട 2 ദിവസത്തിനുള്ളിൽ തന്നെ പോലീസ് ആ കള്ളനെ പിടിച്ചു എന്നുള്ളത് നമുക്കേറെ ആശ്വാസകരവും സന്തോഷകരവുമായ കാര്യമാണ്. അങ്ങനെ കാര്യക്ഷമമായി ആ കേസന്വേഷിച്ച മൂവാറ്റുപുഴ പോലീസിനെ അഭിനന്ദിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമമായ അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടിയതിന് ക്ഷേത്രസമിതി നന്ദി അറിയിക്കുകയും ചെയ്തു. മോഷണ മുതലുകൾ വാങ്ങിക്കുന്ന ആക്രി മാഫിയയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കണമെന്നും ആക്രി കച്ചവടങ്ങൾക്ക് കൃത്യമായ നിബന്ധനകൾ കർശനമാക്കണമെന്നും ക്ഷേത്രസമിതി ആവശ്യപ്പെട്ടു. ഈ പ്രതി ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ്. ഇത്തരം ഒരു ക്രൈം അയാൾ ചെയ്യണമെങ്കിൽ അയാൾ മോഷ്ടിക്കുന്ന മുതൽ കൈവശപ്പെടുത്തുവാൻ അല്ലെങ്കിൽ അത് വാങ്ങിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വിഭാഗം വേറെയുണ്ട്. തദ്ദേശീയരായ ആളുകളുണ്ടാവും, കച്ചവടക്കാരുണ്ടാവും, ആക്രി കച്ചവടക്കാരുണ്ടാവും. ഈ അന്യസംസ്ഥാന തൊഴിലാളിയിൽ മാത്രം ഇത് ഒതുക്കാതെ, അന്വേഷണം അവിടെ അവസാനിപ്പിക്കാതെ ഇത്തരം മോഷണ മുതലുകൾ കൈക്കലാക്കുന്ന ആക്രി കച്ചവട മാഫിയയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കണമെന്നും ആക്രി കച്ചവടത്തിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ നിർദ്ദേശിച്ച് കർശനമായി നടപ്പിലാക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടും മൂവാറ്റുപുഴ പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ടുമുള്ള ഒരു പ്രമേയം ഇവിടെ അവതരിപ്പിക്കും. ആ പ്രമേയം നമുക്ക് ഐക്യകണ്ഠേന പാസ്സാക്കണം. ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്കായി ശബ്ദ സംവിധാനവും ലൈറ്റ് സംവിധാനവും ഒരുക്കുന്നതിനായി കൊണ്ടുവന്ന ജനറേറ്റർ കേബിൾ മോഷ്ടിച്ചതിന് വെസ്റ്റ് ബംഗാൾ സ്വദേശി വിഷ്ണു മണ്ഡലിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ കേബിളുകൾ മോഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ക്ഷേത്രം ഭാരവാഹികളുടെ പരാതിയെ തുടർന്ന് മൂവാറ്റുപുഴ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. തുടർന്ന് പ്രതിയെ പിടികൂടുകയായിരുന്നു. മോഷണക്കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെയാണ് ഇയാൾ കേബിളുകൾ മോഷ്ടിച്ചത്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.